ഒരു പ്രധാനപ്പെട്ട വാർത്തയാണ് പുറത്തു വരുന്നത്. വ്യാഴാഴ്ച മുതൽ വിമാനങ്ങളിൽ പേജറുകളും വാക്കി ടോക്കികളും ലെബനൻ നിരോധിച്ചു. ലെബനൻ്റെ ജനറൽ ഡയറക്ടറേറ്റ് ഓഫ് സിവിൽ ഏവിയേഷനാണ് നിരോധനം ഏർപ്പെടുത്തിയത്. രാജ്യത്ത് പേജറുകളും വാക്കി ടോക്കികളും പൊട്ടിത്തെറിച്ച സംഭവത്തിന് പിന്നാലെയാണ് രാജ്യത്തിൻ്റെ നടപടി. ഇസ്രായേലിൻ്റെ ചാര ഏജൻസി മൊസാദ് നടത്തിയെന്ന് ആരോപിക്കുന്ന പേജർ വാക്കി ടോക്കി സ്ഫോടനങ്ങൾ ലോകത്തെ അമ്പരപ്പിച്ചിരിക്കുകയാണ്. ആദ്യമായാണ് ഇത്തരത്തിൽ വ്യാപകമായി സ്ഫോടനം നടത്തുന്നത്. വലിയ ആശങ്കയാണ് സംഭവം ഉയർത്തുന്നത്. പേജറുകളെയും വാക്കി ടോക്കികളെയും ഇത്തരത്തിൽ സ്ഫോടനത്തിലൂടെ തകർക്കാമെങ്കിൽ ലളിതമായി മൊബൈൽ ഫോണുകളെയും ലാപ്ടോപ്പുകളെയും തകർക്കാൻ കഴിയും. ഭീകരർ ഉൾപ്പെടെയുള്ളവർ ആക്രമണ പരമ്പരകൾ സൃഷ്ടിക്കാൻ ഈ മാർഗം ഉപയോഗിച്ചേക്കാം എന്ന ആശങ്കയിലാണ് ലോകം. വിമാനയാത്രകളിൽ ഇത്തരം ഇലക്ട്രോണിക് ആശയവിനിമയ ഉപകരണങ്ങൾ നിരോധിക്കാനുള്ള സാധ്യതയും കാണുന്നുണ്ട്. അല്ലെങ്കിൽ ഈ ഉപകരണങ്ങളുടെ പ്രവർത്തനം താൽക്കാലികമായി തടസ്സപ്പെടുത്തുന്ന എന്തെങ്കിലും മാർഗങ്ങൾ കണ്ടെത്തേണ്ടി വരും. എന്തായാലും ലെബനൻ സ്ഫോടനങ്ങൾ വലിയ ഭയവും ആശങ്കയാണ് ലോകത്തുയർത്തിയിരിക്കുന്നത്. ലെബനൻ്റെ തലസ്ഥാനമായ ബെയ്റൂത്തിന് സമീപ പ്രദേശമായ ദഹിയയിലും കിഴക്കൻ ബെക്ക താഴ്വരയിലുമാണ് അസാധാരണ സംഭവം നടന്നത്. നിരവധി പേജറുകളാണ് ഒരുമിച്ച് പൊട്ടിത്തെറിച്ചത്. സായുധ സംഘടന ഹിസ്ബുള്ളയുടെ പ്രവർത്തകരാണ് പേജർ സ്ഫോടനങ്ങളിൽ മരിച്ചവരും പരിക്കേറ്റവരും. ഇസ്രായേലിൻ്റെ ചാരന്മാരായ മൊസാദ് ആവാം ഇതിന് പിന്നിലെന്ന സംശയവും പിന്നാലെ ഉയർന്നു. തുടർന്ന് സ്ഫോടനങ്ങളുടെ പൂർണ്ണ ഉത്തരവാദിത്തം ഇസ്രായേലിനാണെന്നും തിരിച്ചടിയുണ്ടാകുമെന്നും സ്ഥിരീകരിച്ച് ഹിസ്ബുള്ളയും രംഗത്ത് വന്നു. അസാധാരണയിൽ അസാധാരണമായി ഈ സംഭവം എങ്ങനെ സാധ്യമായി? ഈ ചോദ്യമാണ് 2 ദിവസങ്ങളിലായി ഉയരുന്നത്. പല സാധ്യതകളാണ് വിദഗ്ധർ ചൂണ്ടിക്കാട്ടുന്നത്. ഹിസ്ബുള്ള ആശയവിനിമയത്തിന് ഇപ്പോഴും ഉപയോഗിക്കുന്നത് പേജർ എന്ന ഉപകരണമാണ്. ലോകം പേജർ ഉപേക്ഷിച്ച് വർഷങ്ങളായി. എന്നിട്ടും എന്തുകൊണ്ടാണ് ഹിസ്ബുള്ള കാലഹരണപ്പെട്ട ഈ ഉപകരണം ആശയവിനിമയത്തിനായി ഉപയോഗിക്കുന്നത്? മൊബൈൽ ഫോണുകൾ ഉപയോഗിച്ചാൽ ശത്രുവിന് എളുപ്പത്തിൽ ലൊക്കേഷൻ കണ്ടെത്തി ആക്രമിക്കാൻ സാധിക്കും. അതുകൊണ്ടാണ് ഹിസ്ബുള്ള പോരാളികൾ മൊബൈൽ ഫോണുകൾ ഉപേക്ഷിച്ചത്. പേജർ സ്ഫോടനവുമായി ബന്ധപ്പെട്ട് നിരവധി ചോദ്യങ്ങളാണ് ഉയരുന്നത്. എങ്ങനെയാവും ഹിസ്ബുള്ളെ അറിയാതെ അവർ ഉപയോഗിക്കുന്ന പേജറുകളിൽ ഈ സ്ഫോടക വസ്തു നിറച്ചത്? എങ്ങനെ കൃത്യസമയത്ത് അത് പൊട്ടിത്തെറിച്ചു? വിദഗ്ധർ ചൂണ്ടിക്കാട്ടുന്നത് 2 സാധ്യതകളാണ്. നിർമ്മാണ സമയത്തോ പേജർ ഹിസ്ബുള്ളയുടെ കയ്യിൽ എത്തുന്നതിന് മുമ്പോ അകത്ത് ചെറിയ അളവിൽ സ്ഫോടക വസ്തു ഉൾപ്പെടുത്തിയിട്ടുണ്ടാവാം. നിർമ്മാണ കമ്പനിയെയോ കമ്പനിക്ക് വേണ്ടി ഘടകങ്ങൾ എത്തിച്ചു നൽകുന്നവരെയോ സ്വാധീനിച്ചോ അവരുടെ ഇടയിലേക്ക് നുഴഞ്ഞു കയറിയോ ആയിരിക്കാം ഇത് സാധ്യമാക്കിയിരിക്കുക. മറ്റൊന്ന്, പേജറിനെ ഹാക്ക് ചെയ്ത് അതിലെ ബാറ്ററിയെ ചൂടാക്കി പൊട്ടിത്തെറിക്കുന്ന അവസ്ഥയിലേക്ക് എത്തിച്ചതാകാം. പ്രത്യേക ഇലക്ട്രോ മാഗ്നറ്റിക് തരംഗങ്ങളിലൂടെയോ അല്ലെങ്കിൽ തുടരെ സന്ദേശങ്ങൾ അയച്ച് പേജറിനെ ചൂടാക്കിയോ ആയിരിക്കാം ഇത് സാധിച്ചെടുത്തത്. രണ്ടാമത്തെ സാധ്യതയാണ് നടന്നതെങ്കിൽ ബാറ്ററിയുള്ള ഏത് ഇലക്ട്രോണിക് ഉപകരണത്തെയും ഭാവിയിൽ സ്ഫോടക വസ്തുവായി മാറ്റാനുള്ള അപകടകരമായ സാധ്യതയുണ്ടെന്നാണ് വിദഗ്ധർ ചൂണ്ടിക്കാട്ടുന്നത്. മൊബൈൽ ഫോണുകളും ഒട്ടും സുരക്ഷിതമല്ല എന്നാണ് ഈ സംഭവം നൽകുന്ന സൂചന. പേജറിൽ സ്ഫോടനം നടത്താമെങ്കിൽ മൊബൈൽ ഫോൺ പോലൊരു ഡിവൈസിൽ വളരെ ഈസിയായി സ്ഫോടനം നടത്താമെന്നാണ് വിദഗ്ധർ പറയുന്നത്.